ഉയർന്ന നഷ്ടപരിഹാരത്തുക ദുരന്തബാധിതരുടെ അവകാശമല്ലെന്ന് ഹൈക്കോടതി. വയനാട്ടിൽ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സർക്കാരിന്റെ നിർബന്ധിത ഉത്തരവാദിത്തമായി ഇതിനെ കാണരുത്. ടൗൺഷിപ്പിൽ വീടിന് പകരം ഉയർന്ന തുക നഷ്ടപരിഹാരം വേണമെന്ന പ്രദേശവാസിയുടെ ആവശ്യത്തിലാണ് ഹൈക്കോടതിയുടെ മറുപടി. വയനാട്ടിലേത് പ്രകൃതി ദുരന്തമാണ്, മനുഷ്യനിർമ്മിതമല്ല എന്ന് പറഞ്ഞായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. നഷ്ടപരിഹാര തുക എത്ര വേണമെന്ന് സർക്കാരിനോട് ദുരിതബാധിതർക്ക് ആവശ്യപ്പെടാനാകില്ല. ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നിർബന്ധിത ഉത്തരവാദിത്തമായി കാണരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ടൗൺഷിപ്പിൽ താമസിക്കുന്നതിന് പകരം നിശ്ചിത തുക നൽകണമെന്ന ദുരിതബാധിതന്റെ ആവശ്യത്തിലാണ് കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചത്. ടൗൺഷിപ്പ് നിർമ്മാണം സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ്. വ്യക്തിപരമായ മുൻഗണന നൽകാൻ സർക്കാരിന് കഴിയില്ല. ലഭ്യമായ വിഭവങ്ങൾ തുല്യമായി വീതിച്ച് നൽകുകയാണ് സർക്കാരിന്റെ ചുമതല. ദുരന്തബാധിതർക്ക് ആഡംബരം ആവശ്യപ്പെടാനാകില്ല. ടൗൺഷിപ്പിലെ വീടിന് പകരം നൽകുന്ന തുക സർക്കാർ വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അമിക്കസ് ക്യൂറിയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഉരുൾപൊട്ടൽ മാത്രമല്ല ദുരന്തം, മറ്റു ദുരന്തങ്ങളെ നേരിട്ടവരുമുണ്ട്. അവർക്ക് വേണ്ടിയും പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ സ്ഥലത്താണ് സർക്കാർ പുനരധിവാസ സൗകര്യം ഒരുക്കുന്നത്. സർക്കാരിന്റെ ഫണ്ട് ഉചിതമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.